നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴയിൽ പുതിയ കേന്ദ്രീയ വിദ്യാലയത്തിന് കേന്ദ്ര സർക്കാർ ക്യാബിനറ്റ് തീരുമാനം നൽകിയതായി ഡീൻ കുര്യാക്കോസ് MP. കേന്ദ്ര സർക്കാർ അനുവദിച്ച 85 വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത്. പുതിയ കേന്ദ്രീയ വിദ്യാലയം ആരംഭിക്കുന്നത് തൊടുപുഴ മ്രാലയിൽ. 3 ദിവസങ്ങളിലായി നടന്നുവന്ന CPM ശാന്തമ്പാറ ഏരിയ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യാജ പരാതികൾ നൽകിയ സമീപവാസി കള്ളക്കേസിൽ കൊടുക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി പരാതി. ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയിരിക്കുന്നത് ചിന്നക്കനാൽ സൂര്യനെല്ലി നിവാസികൾ. സമീപവാസിയുടെ നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്ന് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമെന്നും പ്രദേശവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴയിൽ പുതിയ കേന്ദ്രീയ വിദ്യാലയത്തിന് കേന്ദ്ര സർക്കാർ ക്യാബിനറ്റ് തീരുമാനം നൽകിയതായി ഡീൻ കുര്യാക്കോസ് MP. കേന്ദ്ര സർക്കാർ അനുവദിച്ച 85 വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയം തൊടുപുഴയിലാണ്. തൊടുപുഴ മ്രാലയിലാണ് പുതിയ കേന്ദ്രീയ വിദ്യാലയം ആരംഭിക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കാൻ മ്രാമലയിൽ 8 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ താൽക്കാലിക സംവിധാനത്തിലായിരിക്കും തുടക്കത്തിൽ വിദ്യാലയത്തിന്റെ പ്രവർത്തനം. ഇതിനായി തൊടുപുഴ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധിക ക്ലാസ് മുറികളും മറ്റ് താൽക്കാലിക സൗകര്യങ്ങളും സജ്ജീകരിക്കും. 3 അധിക ക്ലാസ് മുറികൾ, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകം ശുചിമുറികൾ, ക്ലാസ് മുറികളെ വേർതിരിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങളും ഒരുക്കും. ഇവിടെ കേന്ദ്രീയ വിദ്യാലയ സംഘടന മാനദണ്ഡപ്രകാരം അഗ്നിസുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കേണ്ടി വരും. മ്രാമലയിലെ നിർദ്ദിഷ്ട സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. രാജ്യാന്തര നിലവാരത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയാകും മ്രാമലയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2022 തൊടുപുഴയിൽ കേന്ദ്രീയ വിദ്യാലയത്തിനായി ശ്രമം തുടങ്ങിയത്. ചലഞ്ച് മെത്തേഡ് പോളിസിയിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ വിദ്യാലയം അനുവദിച്ചത്. എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായാണ് പദ്ധതി അനുവദിക്കപ്പെട്ടതെന്നും MP പറഞ്ഞു. ഇടുക്കിയിൽ പൈനാവിന് പുറമെ 2ാം കേന്ദ്രീയ വിദ്യാലയം അനുവദിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് തൊടുപുഴ മേഖലയിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ഉയർന്ന രീതിയിൽ പഠനത്തിനുള്ള അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും MP വ്യക്തമാക്കി. ഒരു ഡിവിഷനിൽ 32 സീറ്റുകളാണ് ഇവിടെ അനുവദിക്കുന്നത്. നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം 63 തസ്തികകൾ പുതിയതായി ആരംഭിക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിൽ സർക്കാർ അനുവദിക്കും. 3 ദിവസങ്ങളിലായി നടന്നുവന്ന CPM ശാന്തമ്പാറ ഏരിയ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന ശാന്തമ്പാറ ഏരിയ സമ്മേളനമാണ് സമാപിച്ചത്. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും റെഡ് വോളണ്ടിയർമാരുടെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനത്തോടെയാണ് സമാപന സമ്മേളനം ആരംഭിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി മാസം 4, 5, 6 തീയതികളിൽ നടക്കുന്ന ഇടുക്കി ജില്ലാ സമ്മേളനത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ ജില്ലാ സമ്മേളനങ്ങളിൽ നടന്നു തീരും. അങ്ങനെ ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ രാജ്യതലം മുതൽ ഇന്ത്യയിലുള്ള മുഴുവൻ ഗ്രാമങ്ങളിലും പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ രാജ്യ സമ്മേളനം മുതൽ എല്ലാ സമ്മേളനങ്ങളും നടത്തി കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളനം വരെയുള്ള കാലഘട്ടത്തിലെ പ്രവർത്തന പരിപാടി പരിശോധിച്ച് ഭാവിയിലേക്ക് പ്രവർത്തിക്കുന്നതിനു വേണ്ടിയുള്ള നേതൃത്വത്തെയും തിരഞ്ഞെടുത്തുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഏരിയ സെക്രട്ടറിയായി NP സുനിൽകുമാറിനെ യോഗം തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനത്തിൽ വെച്ച് NP സുനിൽകുമാറിന് സ്വീകരണവും നൽകി. ഉടുമ്പൻചോല MLA M. മണി, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VN മോഹനൻ, ശൈലജ സുരേന്ദ്രൻ, VV ഷാജി, VA കുഞ്ഞുമോൻ, NR ജയൻ, സേനാപതി ശശി, തിലോത്തമ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാജ പരാതികൾ നൽകി സമീപവാസി കള്ളക്കേസിൽ കൊടുക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി പരാതി. ചിന്നക്കനാൽ സൂര്യനെല്ലി നിവാസികളാണ് ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയിരിക്കുന്നത്. സമീപവാസിയുടെ നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്ന് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു.
ചിന്നക്കനാൽ സൂര്യനെല്ലി സ്വദേശികളായ തങ്ക മുനിയാണ്ടി, സുന്ദരപാണ്ഡ്യൻ, രാജൻ തുടങ്ങിയവർക്കൊപ്പം നിരവധി പേർ പരാതിയുമായി ജില്ലാ പോലീസ് മേധാവിയെയും കളക്ടറെയും സമീപിച്ചിരിക്കുകയാണ്. സമീപവാസിയായ ഒരു സ്ത്രീ നിരന്തരം വ്യാജ പരാതികൾ നൽകി മാനസികമായി പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ചാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തലയ്ക്ക് പലക കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചുവെന്ന് സമീപവാസികൾക്കെതിരെ ഈ സ്ത്രീ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നും അവരുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനടുത്ത് റാസാത്തിന് ഒരു പെണ്ണുണ്ട്. അവർ തുടർന്ന് ഇതുപോലെ നമ്മുടെ കേസുകൾ കൊടുത്ത് നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പീസ്ഫുള്ളായിട്ട് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. 2018 ഇങ്ങനെ കുറേ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കൂടെ ഒരു കള്ളക്കേസ് ഞങ്ങൾ പുള്ളിയെ തല്ലിന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യവും ഞങ്ങൾ ചെയ്തില്ല. വീടിന് ചുറ്റി അടുത്തും ഫുള്ള് CCTV ഫുട്ടേജ് ഉണ്ട്. പക്ഷേ ഇത് എന്തെങ്കിലും അന്വേഷണം നടത്താതെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കും നീതി വഴങ്ങണം. പോലീസ് ഇത് മുറയാണ് അന്വേഷണം നടത്തണം ഞങ്ങൾ കേട്ടുകൊള്ളും. ഇതിനു മുൻപും ഇത്തരത്തിൽ നിരവധി വ്യാജ പരാതികൾ ഇവർ പ്രദേശവാസികൾക്കെതിരെ നൽകിയിട്ടുണ്ട്. നിരന്തരം കള്ളപ്പരാതികൾ നൽകി മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടിക്കുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ 63 മൈൽ പെട്രോൾ പമ്പിന് സമീപം അയ്യപ്പ ഭക്തരുടെ വാഹനം തലകീഴായി മറിഞ്ഞ അപകടം. തെലങ്കാന സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തെലങ്കാന സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ പമ്പിന് സമീപം എത്തിയപ്പോൾ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട തീർത്ഥാടകരുടെ വാഹനം എതിർവശത്തെ മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് തലകീഴായി വാഹനം മറിഞ്ഞു. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന തെലങ്കാന സ്വദേശികളായ 4 തീർത്ഥാടകർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശവാസികൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും വണ്ടിപ്പെരിയാർ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഉടുമ്പൻചോല എക്സൈസ് സംഘം ബേഡുമെട്ട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 211 സെന്റിമീറ്റർ വലിപ്പമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തി. സംഭവത്തിൽ ബേഡുമെട്ട് സ്വദേശി പുളിക്കക്കുന്നേൽ ജോർജിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളുടെ കൃഷിസ്ഥലത്ത് കപ്പകൃഷിയുടെ ഇടയ്ക്കാണ് കഞ്ചാവ് ചെടി വളർത്തി പരിപാലിച്ചിരുന്നത്. സ്വന്തമായി കഞ്ചാവ് വളർത്തി ഉണക്കി ഉപയോഗിക്കാൻ വേണ്ടിയാണ് നട്ടുവളർത്തിയതെന്ന് പ്രതി സമ്മതിച്ചു. പരിശോധനയിൽ ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി രഞ്ജിത് കുമാർ, വനിതാ CEO അശ്വതി വി, CEOമാരായ സോണി തോമസ്, സന്തോഷ് തോമസ്, പ്രിവന്റീവ് ഓഫീസർ ഷനേജ് കെ, ലിജോ ഉമ്മൻ എന്നിവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗം ഇടുക്കി ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വണ്ടിപ്പെരിയാറിൽ നടന്നു. സംസ്ഥാന ചെയർമാൻ ബിനോയ് ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് ജൂണി ചെരുവുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗം സംസ്ഥാന ചെയർമാൻ ബിനോയ് ജോസഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പായ മുമ്പോട്ടുള്ള പോക്കിന് കേരള കോൺഗ്രസ് പാർട്ടിയും ശക്തമായ പിന്തുണയും വലിയ സഹായ സഹകരണങ്ങളോടും കൂടിയാണ് നാളിതുവരെ പ്രവർത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേന്ദ്രം ഇന്ന് കേരളത്തോട് പെരുമാറുന്ന ഉപരോധം എല്ലാ തരത്തിലുമുള്ള വലിയ ബുദ്ധിമുട്ടുകളാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മതനിരപേക്ഷ ജനാധിപത്യ മുന്നേറ്റങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായ വികസനവും ക്ഷേമപ്രവർത്തനവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ കൂടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും 3ാം ടൈമും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഷാജി കടമല മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സനോജ് മാടത്താനി, ജില്ലാ വൈസ് പ്രസിഡന്റ് C ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം, താലൂക്ക് ഭാരവാഹികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ പ്രവൃത്തി പരിചയ ദ്വിദിന ശില്പശാലയും പ്രദർശനമേളയും നടന്നു. ടാർഗറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന 48 കുട്ടികൾക്കായിട്ടാണ് 2 ദിവസങ്ങളിലായി ശില്പശാല നടന്നത്. പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ ദ്വിദിന പ്രവൃത്തി പരിചയ ശില്പശാല നടന്നത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ K ബാബുവിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന BRCയിലെ അധ്യാപകരായ സാലി KV, മേരി കുര്യൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ടാർഗറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന 48 കുട്ടികൾക്കായിട്ടായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ശില്പശാലയിൽ ഗ്ലാസ് പെയിന്റിംഗ്, സോപ്പ് പൊടി, സോപ്പ് ലോഷൻ നിർമ്മാണം, ബുക്ക് ബൈൻഡിംഗ്, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം, നക്ഷത്ര വിളക്കുകളുടെ നിർമ്മാണം എന്നിവ നടന്നു. കുട്ടികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന ഉദ്ഘാടനം കിഴുകാനം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിർമ്മൽജിത്ത് നിർവഹിച്ചു. PTA പ്രസിഡന്റ് സുനിൽകുമാർ KG, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അനീഷ്, സീനിയർ അസിസ്റ്റന്റ് രജികുമാർ PN,
അധ്യാപകരായ ഡോക്ടർ സുമ എസ്, റീന സെബാസ്റ്റ്യൻ, സേതുലക്ഷ്മി എസ് തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും തുടർന്ന് ഭഗവതി സേവയും മൃത്യുഞ്ജയ ഹോമവും നടന്നു. ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിലായി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശവും പുനർപ്രതിഷ്ഠയും നടക്കും. മാട്ടുകെട്ട ഹരിതീർത്ഥപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനർപ്രതിഷ്ഠയോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ദേവപ്രശ്നം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗണപതി ഹോമവും ഭഗവതി സേവയും മൃത്യുഞ്ജയ ഹോമവും നടന്നത്. ക്ഷേത്രം മേൽശാന്തി അനിൽകുമാറിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കർമ്മങ്ങൾ. 2025 ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിലായി അഷ്ടബന്ധ കലശവും പുനർപ്രതിഷ്ഠയും നടക്കുമെന്നും ക്ഷേത്രം പ്രസിഡന്റ് PN വിനോദ് പറഞ്ഞു. ഇത്തവണ നമ്മൾ 12 വർഷം തികയുമ്പോഴുള്ള അഷ്ടബന്ധ കലശ പൂജയാണ്. അപ്പം ഭഗവാനെ ഇളക്കി എടുത്തുകൊണ്ട് പ്രതിഷ്ഠയുടെ അതേ ചടങ്ങുകളിലൂടെ തന്നെ ആണ് ഇത്തവണത്തെ ഉത്സവം. അത് ക്ഷേത്രം തന്ത്രി ഈശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ അനിൽ തിരുമേനിയുടെയും മുഖ്യ കർമ്മത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. ഈ കർമ്മങ്ങളിലേക്ക് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും സാന്നിധ്യമുണ്ട്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനിൽകുമാർ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകളും മറ്റ് പൂജാകർമ്മങ്ങളും നടക്കുക. ദീപാരാധന, സമൂഹ പ്രാർത്ഥന, പ്രസാദശുദ്ധി, വസ്തു കലശപൂജ, അസ്ത്രകലശപൂജ തുടങ്ങിയവയും നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഉപ്പുതറയിൽ സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഉൾപ്പെടുന്ന 123 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചത്. വികസനം, പരസ്പര സഹായം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് അസോസിയേഷന്റെ പ്രവർത്തനം. അസോസിയേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് നിർവഹിച്ചു. ആദ്യമായിട്ട് തന്നെ ഇത്തരത്തിലൊരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തോടുകൂടി 2018 മുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4-5 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ഇത്തരത്തിലൊരു ഫോർമേഷന് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ജാതി മത ചിന്തകൾക്കും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾക്കൊക്കെ അപ്പുറം നിന്നുകൊണ്ട് ജനങ്ങളെ ഒന്നായി ചേർത്ത് നിർത്തി നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തിനെയും നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും ഒക്കെ വികസന ലക്ഷ്യമാക്കി സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുക. അസോസിയേഷന്റെ വരുംകാല പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പ്രസിഡന്റ് ജി രാജരത്നം യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഉപ്പുതറ SI സിയാദ്, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷിബു കെ തമ്പി, ഷിനോജ് ജോസഫ്, രക്ഷാധികാരി വിൽസൺ തോമസ്, മാത്തുക്കുട്ടി, ചാക്കോച്ചൻ കൊച്ചുപറമ്പിൽ, RS മണിയൻ, ജേക്കബ് പനന്താനം തുടങ്ങിയവർ സംസാരിച്ചു. ബി സ്മാർട്ട് അബാക്കസ് ജില്ലാതല വിജയികൾക്കുള്ള സ്വീകരണ യോഗവും സമ്മാനദാനവും ഇരട്ടിയാർ നാങ്കുതൊട്ടിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ മസ്തിഷ്കത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഹ്രസ്വകാല പരിശീലന പരിപാടിയാണ് അബാക്കസ്. അബാക്കസ് പരിശീലനത്തിലൂടെ ബുദ്ധിപരമായ കഴിവുകൾ കൂടുതൽ ഉപയോഗപ്രദമാക്കുവാൻ സാധിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ സാധിക്കുന്ന ഈ പരിശീലനം കുട്ടികളുടെ ശ്രദ്ധ, ഏകാഗ്രത, ഓർമ്മശക്തി, ആത്മവിശ്വാസം, കൃത്യത, വേഗത, ക്രിയാത്മകത, പഠന വൈദഗ്ധ്യം, ചിന്താശേഷി എന്നിവയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. നാങ്കുതൊട്ടി ആപ്കോസ് ഹാളിൽ വെച്ചാണ് ആനന്ദോത്സവം 2K24 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 100 ക്വസ്റ്റ്യൻസ് 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായി മാറുകയാണ്. അപ്പൊ നമുക്ക് വിദ്യാർത്ഥികളുടെ ആ കഴിവുകളെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇതുപോലുള്ള വിദ്യാർത്ഥികളെല്ലാം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അബാക്കസ് എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായത്തോട് നടപ്പിലാക്കുന്നത്. ആദ്യം തന്നെ ഇതിനെ എടുത്തു പറയുന്നത് പ്രിയപ്പെട്ട അധ്യാപകരെയാണ്. അവരെ നന്നായിട്ട് പഠിപ്പിച്ച് വിദ്യാർത്ഥികൾ തന്നെ കുട്ടികളിങ്ങനെ കയ്യിലിങ്ങനെ ഓരോ അംഗങ്ങളൊക്കെ കാണിക്കുമ്പോൾ തങ്ങളോട് ഇതെന്നാ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയതാണോ അല്ലെങ്കിൽ എന്താ സംഭവം പറയുന്ന സ്റ്റേജിലുള്ള ആളുകൾ പോലും ചോദിച്ചു എന്താണ് സംഭവം വളരെ പക്ഷെ അവരുടെ ആ സ്പീഡിൽ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ചെയ്യുന്ന കണക്ക് മാത്രമല്ല നമ്മള് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏതൊരു കാര്യവും വളരെ പെട്ടെന്ന് നമുക്ക് സമയത്തിനെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ സമയത്തിന് വില വളരെയധികം കൂടുതലാണ്. അപ്പൊ ആ സമയബന്ധിതമായി ഓരോ ക്വസ്റ്റിന്റെ ആൻസർ വിദ്യാർത്ഥികൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. നാങ്കുതൊട്ടി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് കുര്യൻ ആന്റണി അധ്യക്ഷനായിരുന്നു. കവിയും സാഹിത്യകാരനുമായ സുഗതൻ കരുവാറ്റ മുഖ്യപ്രഭാഷണം നടത്തി. ഈ കടന്നുവരുന്ന കാലത്തെ അതിജീവികളോട് അവർക്ക് വലിയ പ്രയത്നമില്ല. അങ്ങനെയാണ് ഈ കാലം കടന്നു പോകുന്നത്. ജാതിയും മതവും വർഗീയതയും എല്ലാം കടന്നു വരുന്ന കാലം ജീവിക്കാനുള്ള മൂല്യങ്ങളുടെ വർധനവ്
ഇതൊക്കെ നേടാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരുപാട് നമ്മൾ പണിപ്പെടണം. ഈ പണിപ്പെടുത്തോടൊപ്പം പണിപ്പെടുപ്പ് നമ്മുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഈ കാലത്തിന് വേറെ പ്രത്യേകതയുണ്ട്. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഹോളിലൊക്കെ നോക്കി നമ്മൾ കീഴോട്ട് വിളിച്ചിരിക്കുക. നമ്മൾ ലോകത്തെ കാണുന്നില്ല, പൂക്കളെ കാണുന്നില്ല, പറവുകളെ കാണുന്നില്ല, നമ്മുടെ അടുത്തുള്ള മനുഷ്യരെ കാണുന്നില്ല, പരസ്പരം തിരിച്ചറിയുന്നില്ല. നമ്മളെല്ലാം നമുക്കറിയാൻ അപ്രാപ്യമായ ഒരു തലത്തിലേക്ക് നമ്മൾ തലമുറിച്ചിരിക്കുന്നു. കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. നാഗുതൊട്ടി ആപ്കോസ് പ്രസിഡന്റ് കെ ജയൻ, സജി തെങ്ങുംപള്ളിൽ, സജി പരുന്തിരിക്കൽ, അബാക്കസ് അധ്യാപകരായ സിഞ്ചിത ലിൻഡോ, വീണ, ജോഷി ടോമി, സുമി ജോയിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന നഗരസഭ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിശാ ബോർഡ് സ്ഥാപിച്ച് BJP വള്ളക്കടവ് മേഖലാ കമ്മിറ്റി. ബോർഡ് സ്ഥാപിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP പ്രവർത്തകർ ബോർഡ് സ്ഥാപിച്ചത്. കട്ടപ്പന വാഴവരിയിൽ പ്രവർത്തിക്കുന്ന അർബൻ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്ററാണ് വള്ളക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച ആരോഗ്യ കേന്ദ്രം നഗരസഭയിൽ ആരംഭിച്ചിട്ട് നാളുകളായി. നഗരസഭയിൽ വള്ളക്കടവ്, നത്തുകല്ല്, പാറക്കടവ് എന്നിവിടങ്ങളിലാണ് വെൽനസ് സെന്ററുകൾ എന്ന പേരിൽ സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. വള്ളക്കടവിൽ നിന്ന് 500 മീറ്ററിൽ കൂടുതൽ ദൂരെയായതിനാൽ സൂചനാ ബോർഡ് സ്ഥാപിക്കണമെന്ന് നഗരസഭാ അധികൃതരോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ബോർഡ് സ്ഥാപിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. കേരള ഗവൺമെൻറ് ആരോഗ്യ മേഖലയെ അവഗണിക്കുമ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ആരംഭിച്ച വലിയ ഹോസ്പിറ്റലാണ് വാഴവരയിലുള്ളത്. ജനകീയ ആരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ വാഴവരയിൽ പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ 2 സബ് സെൻ്ററുകൾ, ഒന്ന് വള്ളക്കടവിലും മറ്റൊന്ന് നത്തുകല്ലിലും, ഇനി ഒരെണ്ണം, മൂന്നാമതൊരെണ്ണം പാറക്കടവിലും വരികയാണ്. ഇത്തരത്തിൽ ജനങ്ങളുടെ ക്ഷേമം മാത്രം നോക്കിയാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ നടത്തിപ്പ് ചുമതലയുള്ള മുനിസിപ്പാലിറ്റി ഈ കഴിഞ്ഞ കാലം അത്രയും 9 വർഷമായി വാഴവരയിൽ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി പോലും ഇഴയുന്ന അവസ്ഥയിലാണിപ്പോഴും. പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾക്ക് പറയുവാനുള്ളത്. ബോർഡ് സ്ഥാപിക്കുന്നതിനായി നഗരസഭയിൽ ഫണ്ട് വകയിരുത്തിയെങ്കിലും ഇതിന് നടപടി ഉണ്ടായിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. മുനിസിപ്പാലിറ്റി നീ ബോർഡ് വെക്കുന്നതിന് വേണ്ടിയിട്ട് 6000 രൂപ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. ഇവിടുത്തെ വാർഡ് മെമ്പർമാർ, ഈ 2 വാർഡിലെയും തൊട്ടടുത്ത മെമ്പർമാർ വേണ്ട രീതിയിലുള്ള ശുഷ്കാന്തി എടുക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇതുപോലെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്ഥാപനം ഇല്ലായ്മ വരുത്തി കളയുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP കട്ടപ്പന മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് കിഴക്കേമുറി, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി MN മോഹൻദാസ്, ഏരിയ സെക്രട്ടറി MA അനീഷ്, ഹിന്ദു ഐക്യവേദി ഭാരവാഹികളായ AP രാജേന്ദ്രൻ, സുധീഷ്, ടോം തോമസ്, വണ്ടകത്തിൽ, മനോജ് പേഴത്തുമുട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ പുതിയ കേന്ദ്രീയ വിദ്യാലയത്തിന് കേന്ദ്ര സർക്കാർ ക്യാബിനറ്റ് തീരുമാനം നൽകിയതായി ഡീൻ കുര്യാക്കോസ് MP. കേന്ദ്ര സർക്കാർ അനുവദിച്ച 85 വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത്. പുതിയ കേന്ദ്രീയ വിദ്യാലയം ആരംഭിക്കുന്നത് തൊടുപുഴ മ്രാലയിൽ. 3 ദിവസങ്ങളിലായി നടന്നുവന്ന CPM ശാന്തമ്പാറ ഏരിയ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യാജ പരാതികൾ നൽകിയ സമീപവാസി കള്ളക്കേസിൽ കൊടുക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി പരാതി. ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയിരിക്കുന്നത് ചിന്നക്കനാൽ സൂര്യനെല്ലി നിവാസികൾ. സമീപവാസിയുടെ നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്ന് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമെന്നും പ്രദേശവാസികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.